എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. 56 വർഷങ്ങൾക്ക് മുമ്പ് 22ാമത്തെ വയസ്സ് നമ്മിൽ നിന്നും മറഞ്ഞുപോയ തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം ഇന്ന് അടക്കം ചെയ്തു. തോമസ് ചെറിയാനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് മഞ്ഞിൻ്റെ മധ്യത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി കാവൽ നിൽക്കുവാൻ പോയ ആളാണ്. ആ കൂടപ്പോയിൽ പലരും പ്ലെയിൻ തകർന്ന് മരിക്കുകയുണ്ടായി. ആ മരണത്തിൽ ദേഹവും വിട്ടു, ശരീരം കിട്ടാതായി. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പും കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ ദൈവനമ്പുരാൻ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ ഒരു നിധി തിരിച്ചു കിട്ടിയതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കിട്ടിയപ്പോഴുള്ള സന്തോഷം. സഭയുടെ ക്രമം അനുസരിച്ച് പ്രാർത്ഥനാപൂർവ്വം തിരുശേഷിപ്പുകൾ അടക്കം ചെയ്യുവാനായിട്ട് കഴിഞ്ഞതിൽ അവർ സന്തുഷ്ടരാണ്. അവരോടൊപ്പം ഞാനും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് എൻ്റെ രാഷ്ട്രത്തെക്കുറിച്ചാണ്. അന്ന് മുതൽ പലപ്പോഴും രാഷ്ട്രത്തിൻ്റെ തെരച്ചിൽ സംഘം ഈ കാണാതെ പോയവരെ കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് പത്രവാർത്തകൾ വായിക്കുകയുണ്ടായി. ഇപ്പോൾ അത് ഈ 56ാമത്തെ വർഷം അത് കണ്ടെത്തുവാനിടയായി. അതിനർത്ഥം ഓരോ ജീവാനും നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ രാജ്യത്തിന് വിലപ്പെട്ടതാണെന്ന് കാണിക്കുന്നു. അതിൽ എനിക്കും അഭിമാനം തോന്നുന്നു. ആ അഭിമാനത്തിൽ ഞാനും പങ്കുചേരുന്നു. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.